നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, City Tower, City Wear, City Shoes, Ankamali and Cochin Kalapavan, Ankamali franchise. ചരിത്ര വിജയത്തിന് 25 വയസ്സ്. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിലിൽ നുഴഞ്ഞു കയറിയ പാക് സൈന്യത്തെ തുരത്തി ഇന്ത്യൻ സൈന്യം ചരിത്ര വിജയം നേടിയിട്ട് 25 വർഷം. 1999 മെയ് 3 മലനിരകളാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാനമായ കാർഗിൽ പ്രദേശത്ത് ഭീകരരുടെ സഹായത്തോടെ പാക് സൈന്യം അതിർത്തിയിൽ നുഴഞ്ഞുകയറി. കാർഗിലിലെ ആട്ടിടയന്മാരാണ് സൈന്യത്തെ വിവരം അറിയിച്ചത്. മെയ് 5 വിവരം അന്വേഷിക്കാൻ പോയ 5 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു. മെയ് 10 കാർഗിലിലും ദ്രാസിലും കക്സറിലും നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെന്ന സ്ഥിരീകരണമെത്തി. ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ വിജയ് 2.5 മാസം നീണ്ടുനിന്നു. പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം തിരിച്ചുപിടിച്ച് രാജ്യം വിജയം കൈവരിച്ചത് ജൂലൈ 26 ഔദ്യോഗിക പ്രഖ്യാപനമെത്തി. ഓപ്പറേഷൻ വിജയ് വിജയിച്ചു. 2 മാസത്തിലേറെ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിലൂടെയാണ് ഇന്ത്യൻ സൈന്യം കാർഗിലിൽ ഐതിഹാസിക വിജയം നേടിയത്. PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിലേക്ക്. യാത്ര മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 11ാം ദിവസത്തിലേക്ക് കടന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2 മന്ത്രിമാർ ഇന്ന് ഷിരൂരിലെത്തും. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിൽ ക്യാമ്പ് ചെയ്യും. തെരച്ചിലിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അർജുനെ കണ്ടെത്തും വരെ തെരച്ചിൽ നടത്താൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് ചികിത്സയിലുള്ള 3.5 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ 3.5 വയസ്സുകാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. പുതുച്ചേരിയിലെ ലാബിൽ നടത്തിയ PCR പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. മണിപ്പൂരിൽ ആസാം റൈഫിൾസിനെതിരെ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് മെയ്തേയ് വിഭാഗം. കലാപബാധിത മണിപ്പൂരിൽ സുരക്ഷാ ചുമതലയിലുള്ള ആസാം റൈഫിൾസിനെ ബഹിഷ്കരിക്കാൻ മെയ്തേയ് സംഘടനകളുടെ കൂട്ടായ്മ ആഹ്വാനം ചെയ്തു. ഇന്തോ മ്യാൻമർ അതിർത്തി രക്ഷാ ചുമതലയിലുള്ള ആസാം റൈഫിൾസിനാണ് മണിപ്പൂരിൽ മെയ്തേയ് കുക്കി സംഘർഷം നിയന്ത്രിക്കാനുള്ള ചുമതലയും നൽകിയത്. ഇതിനിടെയാണ് സംഘടനകളുടെ നീക്കം. ആസാം റൈഫിൾസ് സേനാംഗങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ആനുകൂല്യവും സ്വീകരിക്കരുതെന്ന് മെയ്തേയ് വിഭാഗക്കാരുടെ മണിപ്പൂർ യൂണിറ്റി കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു.
വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. KPCCയുടെ അധികാരത്തിൽ കൈക്കടത്തുന്നു. VD സതീഷിനെതിരെ രൂക്ഷ വിമർശനം. KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ രൂക്ഷ വിമർശനം. പ്രതിപക്ഷ നേതാവ് സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുവെന്നാണ് നേതാക്കളുടെ വിമർശനം. KPCCയുടെ അധികാരത്തിൽ കൈകടത്തുന്നുവെന്നും ജില്ലാ ചുമതലയുള്ള നേതാക്കളെ അറിയിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും നേതാക്കൾ ആരോപിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പേരിൽ വൻ തട്ടിപ്പ്. പഞ്ചായത്തുകളിലെത്തി ജനപ്രതിനിധികളെ അടക്കം കബളിപ്പിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നുവെന്ന വ്യാജ പ്രചാരണത്തിൽ കുടുങ്ങി വിമാനത്താവളത്തിന് സമീപത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ. സിയാലിന്റെ പേരിൽ 2 യുവാക്കൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തിയാണ് ജനപ്രതിനിധികളെ അടക്കം കബളിപ്പിച്ചത്. സംഭവവുമായി ബന്ധമില്ലെന്ന് സിയാൽ വാർത്താക്കുറിപ്പ് ഇറക്കിയതോടെയാണ് വൻ തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷം. SFI പ്രവർത്തകരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത 4 SFI പ്രവർത്തകരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. അന്വേഷണ കമ്മീഷന് മുൻപാകെ ഇവർ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പിൻവലിച്ചത്. വൈക്കത്ത് വീട്ടുമുറ്റത്ത് കഞ്ചാവ് കൃഷി, യുവാവ് അറസ്റ്റിൽ. വൈക്കത്ത് വീട്ടുമുറ്റത്ത് കഞ്ചാവ് കൃഷി നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വെച്ചൂർ സ്വദേശി P. ബിബിൻ എന്നയാളെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബിബിൻ വീട്ടിൽ കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് വിഭാഗം അന്വേഷണം നടത്തിയത്. ഇയാളുടെ വീട്ടുമുറ്റത്തു നിന്നും 64 സെന്റിമീറ്റർ മുതൽ 90 സെന്റിമീറ്റർ വരെയുള്ള 4 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കാറ്റോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.